ഓക്കെ, ഫണ്ടമെൻ്റൽസ് ഓഫ് ഇസ്ലാമിക് കൊമേഴ്സ്യൽ ലോ എന്നുള്ള ബുക്കിൽ നമ്മൾ മൊഡ്യൂൾ 4 ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ട്രേഡിംഗ് ഇൻ ഇസ്ലാമിക് കൊമേഴ്സ്യൽ ലോ. അപ്പോൾ ഇത് നമുക്ക് പഠിക്കാനുള്ളത് ലീഗാലിറ്റി ഓഫ് ട്രേഡിംഗ്, റിക്വയർമെൻറ്റ്സ് ഓഫ് വാലിഡ് സെയിൽ കോൺട്രാക്ട്, കണ്ടീഷണൽ സെയിൽ ആൻഡ് ടു ബാർഗെയിനിങ് ഇൻ വൺ സെയിൽ, അതുപോലെ തന്നെ എത്തിക്സ് ഓഫ് സെയിൽ കോൺട്രാക്ട്. നമുക്കറിയാം ഇസ്ലാം ഒരിക്കലും എന്തല്ല വെൽത്ത് മാക്സിമൈസേഷന് എതിരല്ല ഇസ്ലാം എന്ന് പറയുന്നത്. ദ വെൽത്ത് മാക്സിമൈസേഷൻ ഈസ് ദ യൂഷ്വൽ കോസ്റ്റ് ഓഫ് എ മാൻ ആൻഡ് ദിസ് ഈസ് ആൻ എൻകറേജ്ഡ് ത്രൂ റൈറ്റ് വേ. ഒരാൾ വെൽത്ത് നേടുക എന്നുള്ളത് നല്ല പാതയിലാണെങ്കിൽ, റൈറ്റ് വേയിലാണെങ്കിൽ ഇസ്ലാം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അതിന് എതിര് അല്ല. ദിസ് വെൽത്ത് ഇൻക്രിമെൻറ്റ് ടേക്ക് പ്ലേസ് ത്രൂ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് വാല്യൂസ് എമംഗ് പാർട്ടീസ് ഇൻ ദി മാർക്കറ്റിലൂടെ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പ്രോസസ്സിലൂടെ എന്ത് നേടാൻ പറ്റും, നമുക്ക് വെൽത്ത് നേടുന്നതിനും പ്രോഫിറ്റ് നേടുന്നതിനും ആരെതിരല്ല, ഇസ്ലാമിക് ശരിയ ഓപ്പോസ് അല്ല. ഫർദർ, ഇസ്ലാമിക് ലോ ഡസ് നോട്ട് ലിമിറ്റ് പ്രോഫിറ്റ്സ് ഓർ ഫിക്സ് പ്രൈസസ്. ഇസ്ലാം ഒരിക്കലും പ്രോഫിറ്റ് നേടുന്നതിന് എന്ത് ചെയ്തിട്ടുള്ള എതിർത്തിട്ട് ഇല്ല. ഇറ്റ് പ്രൊമോട്ട് ദ ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ് ഇൻ ആൻ ഓപ്പൺ എൻവയൺമെൻറ്റ് ഫോർ അച്ചീവിങ് സച്ച് ഗോൾ. ഒരു ഓപ്പൺ എൻവയൺമെൻറ്റിലൂടെ പൊയ്ത്തുവെപ്പൊന്നുമില്ലാതെ ഫ്രീ ആയിട്ടുള്ള മൂവ്മെൻറ്റിന് ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആൾ ദാറ്റ് ഇസ്ലാമിക് ലോ റിക്വയർ ഹ്യൂമൻ ബീങ് ടു ഡു ഫോർ എസ്റ്റാബ്ലിഷിംഗ് എ ജസ്റ്റ് എക്കണോമിക് സിസ്റ്റം is to avoid riba and horror along with fulfilling some other rules and principles of business to ensure that the wealth may not take a സർക്യൂട്ട് ബിറ്റ്വീൻ ദ വെൽത്ത് അമംഗ് യു. ഒരിക്കലും എന്തല്ല ഇസ്ലാം എന്തിനെതിരെ നിന്നിട്ടില്ല, വെൽത്ത് നേടുന്നതിനെതിരെ നിന്നിട്ടില്ല. ബട്ട് എന്താണ് അതിൻ്റെ കൂടത്തിന് എന്ത് കാര്യം ശ്രദ്ധിക്കണം, ഇസ്ലാം പ്രൊഹിബിറ്റ് ചെയ്ത കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിലൂടെ നമ്മൾ നേടാൻ പാടില്ല. അപ്പോൾ അവിടെ റിബ അവോയ്ഡ് ചെയ്യണം, ഹൊറർ ഒക്കെ ഒഴിവാക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇസ്ലാമിക് ശരിയൻ്റെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പഠിച്ചു. പോർക്ക്, അതുപോലെ തന്നെ ആൽക്കഹോള്, നമ്മൾ പ്രൊഹിബിറ്റ് ചെയ്ത കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ബിസിനസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതാണ് ലീഗാലിറ്റി ഓഫ് ട്രേഡിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാം അനുവദനീയമായ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ് ചെയ്യുക. അതുപോലെ തന്നെ വെൽത്ത് നേടുന്നതിനോ പ്രോഫിറ്റ് നേടുന്നതിനോ ഇസ്ലാം എന്തല്ല, എതിര് അല്ല. റിബ എന്ത് ചെയ്തിട്ടുണ്ട്, റിബ ഈസ് സ്ട്രോങ്ലി പ്രൊഹിബിറ്റഡ് ഇൻ ഇസ്ലാമിക് ലോ. റിബ പലിശ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇസ്ലാം പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒന്നാണ് എന്ത്, പലിശ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് ഈസ് നോട്ട് ഓൺലി പെർമിറ്റ് ബട്ട് ആൾസോ എൻകറേജ്ഡ്. ട്രേഡിംഗ് ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, പെർമിറ്റഡ് ആണ്, ബട്ട് ആൾസോ എൻകറേജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരിക്കലും പെർമിറ്റ് ചെയ്തിട്ടില്ല, എന്താ പറയുക, പെർമിറ്റഡ് ആക്കിയിട്ടില്ല, കൺട്രോളബിൾ ആക്കിയിട്ടില്ല. ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, എൻകറേജ് ചെയ്യുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അവിടെ എന്താണ് റിബ പോലത്തത് വരുന്നത് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഓക്കെ, Quran and Sunnah of the body prophet reveal that Islam is favorably inclined to promote commercial and trading activity. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നബിന് എന്താണ് നമുക്ക് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ്. കാരണം നബി എന്തായിരുന്നു, മദീന അല്ലെങ്കിൽ മക്കത്ത് ഏറ്റവും നല്ല ഒരു കച്ചവടക്കാരനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത്. അപ്പം നബിൻ്റെ സുന്നത്തുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും നബി എന്ത് ചെയ്തിട്ടുണ്ട്, നബി കച്ചവടത്തിൽ സത്യസന്ധത പുലർത്തിയിരുന്ന ഒരാളായിരുന്നു നബി. അങ്ങനെയാണ് ഖദീജ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്യുന്നത്, നബിൻ്റെ ആ സത്യസന്ധതയും കച്ചവടത്തിലും മിടുക്കൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യുന്നത്, നബിനെ പിന്നീട് വിവാഹം കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഖുർആനിലെ സൂറ 4-ാമത്തെ സൂറത്തിലും 16-ാമത്തെ സൂറത്തിലും 17-ാമത്തെ സൂറത്തിലും 28-ാമത്തെ സൂറത്തിലൊക്കെ എന്തിനെക്കുറിച്ച് പറയുന്നുണ്ട്, കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. അള്ളാഹ് പെർമിറ്റഡ് ട്രേഡിംഗ്, കച്ചവടം എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹു പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ആൻഡ് ഹാസ് ഫോർബിഡൻ ഇൻട്രസ്റ്റ്. വഹറമ റിബ, റിബ എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹു ഹറാമ് ആക്കിയിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ എൻ്റെ ലീഗാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് റിബ എന്താണ് പലിശ ഹറാമാക്കിയിട്ടുണ്ട്. ഒരാൾ എപ്പോഴും റിസ്ക് എടുത്തുകൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. An important difference between a trade profit and riba is that the former is a result of real investment activity in which the business risk is allocated more evenly among all the parties involved. എന്താണ്, റിബ ഒഴിവാക്കിയിട്ട് നമ്മൾ എത്രത്തോളം റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റ് ഏൺ ചെയ്യാനും പറ്റും. The profit margin earned by a trader is justified firstly because he provides a definite service in the form of seeking out, locating and purchasing goods for his client, for which he is allowed to charge a certain amount of profit. And secondly, he take business risk in obtaining the goods like damage in storage or it transit and market and price risk. നമുക്കറിയാം, ഒരാൾക്ക് പ്രോഫിറ്റ് നേടണമെന്നുണ്ടെങ്കിൽ അവിടെ 2 റിസ്കുകൾ വരുന്നുണ്ട്. പ്രൈസ് റിസ്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ അത് ഡാമേജ് ആവുമെന്നുള്ള റിസ്ക്കൊക്കെ ആർക്ക് വരുന്നുണ്ട്, ഒരു കസ്റ്റമറെ ഒരു ബിസിനസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വരുന്നുണ്ട്. അപ്പോൾ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ മാത്രം അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കച്ചവടക്കാരൻ അയാൾ ചെയ്യുന്ന സർവീസിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നിശ്ചിത ശതമാനം പ്രോഫിറ്റ് മാർജിൻ എടുക്കാൻ ആർക്ക് പറ്റും, ഒരു കച്ചവടക്കാരന് പറ്റും. അപ്പോൾ ഒരു ബിസിനസ്സിൽ റിസ്ക് എടുക്കുമ്പോൾ മാത്രമേ അവിടെ എന്ത് ചെയ്യുള്ളൂ, പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അതിനെന്ത് ചെയ്യുന്നുണ്ട്, ഇസ്ലാം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. All these activities and risk justify his earning a profit, even if a margin of profit in this case of credit sale of commodity is more than the margin involved in the cash market price of that commodity. അതേപോലെ തന്നെ ഇസ്ലാം എന്തും പ്രോഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങളൊരാൾക്ക് ക്രെഡിറ്റിനാണ് സെയിൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നോർമൽ മാർജിനിലാണ് കുറച്ച് മാർജിൻ എടുക്കാനും ആര് പ്രോഹിബിറ്റ് ചെയ്തിട്ടില്ല. ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അലോ ചെയ്യുന്നുണ്ട്, പെർമിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ശരിയാ പെർമിറ്റ് എ ട്രേഡർ ടു സെൽ ഫോർ ക്യാഷ് ഓർ ഓൺ ക്രെഡിറ്റ് സബ്ജക്റ്റ് ഓഫ് ദ കണ്ടീഷൻ ഓഫ് ദ പ്രൈസ്. കണ്ടീഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. റിക്വയർമെൻറ്റ്സ് ഓഫ് എ വാലിഡ് സെയിൽ കോൺട്രാക്റ്റ്. സെയിൽ കോൺട്രാക്റ്റിന് നമുക്കല്ലെങ്കിൽ സെയിലിന് എന്ത് ചെയ്യാൻ പറ്റും, ബൈ എന്ന് അറബിയിൽ പറയാൻ പറ്റും. മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് പ്രൈസ്, സമാൻ എന്ന് പറയും, പ്രൈസിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ തന്നെ സബ്ജക്റ്റ് മാറ്റർ, പിന്നെ അതുപോലെ തന്നെ ഡെലിവറി ഓർ കൺവീനിയൻസ്. സബ്ജക്റ്റ് മാറ്ററിൽ വരുന്നത് ആ ഒരു നമ്മൾ സെയിൽ ചെയ്യാൻ പോകുന്ന ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, എക്സിസ്റ്റബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ വാലിഡ് ആയിരിക്കണം, അതിൻ്റെ ഓണർഷിപ്പ്. ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു കച്ചവടത്തിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഇതെന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ അയക്കുന്ന PDF ഉണ്ടാവും. ഓക്കെ, ബേസിക് റൂൾസ് ഓഫ് സെയിൽ, അതായത് കച്ചവടത്തിൻ്റെ ബേസിക് റൂൾസ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റിക്വയർമെൻറ്റ്സ് ആണ് ഇനി പറയുന്നത്. സെയിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സെയിൽ ഡിഫൈൻഡ് ഇൻ ശരിയ ദ എക്സ്ചേഞ്ച് ഓഫ് എ തിങ് ഓഫ് വാല്യൂ ബൈ അനദർ തിങ് ഓഫ് വാല്യൂ വിത്ത് മ്യൂച്വൽ കൺസെൻറ്റ്. ഒരാൾ മറ്റാൾക്ക് എന്ത് ചെയ്യുക, ഒരു വാല്യൂ ട്രാൻസ്ഫർ ചെയ്യുക. അതെന്തായിരിക്കണം, രണ്ടാളെ മ്യൂച്വൽ കൺസെൻറ്റോട് കൂടി ആയിരിക്കണം എന്ത് ചെയ്യുന്നത്, ആ ഒരു ട്രാൻസാക്ഷൻ നടക്കേണ്ടത്. അപ്പോൾ അവിടെ എന്താവുള്ളൂ, ശരിയ നിയമപ്രകാരം അതെന്തായിട്ട് മാറുള്ളൂ, ഒരു ബൈ അല്ലെങ്കിൽ ഒരു സെയിലായിട്ട് മാറുള്ളൂ. ഓക്കെ, അപ്പോൾ ദ കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഇസ്ലാം ഈസ് കാൾഡ് അൽ ബൈ, വിച്ച് ലിറ്ററലി മീൻ exchange and apply to both sale and purchase transaction. However, in the perspective of Islamic sale contract, you have provided the definition: exchange of a useful and desirable thing for similar thing by mutual consent in a specific manner. അപ്പോൾ രണ്ടാളും മ്യൂച്വൽ കൺസെൻറ്റോട് കൂടിയിട്ട് ഒരു വാല്യൂ ട്രാൻസ്ഫർ എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിന് എന്ത് പറയാൻ പറ്റും, ബൈ എന്ന് പറയാൻ പറ്റും. ഓക്കെ, എൻ്റെ മെയിൻ കീ പോയിൻ്റ് എന്ന് പറയുന്നത് ദ ട്രാൻസ്ഫർ, ഇറ്റ് ഈസ് എ കോൺട്രാക്റ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഓഫ് ദ സബ്ജക്റ്റ് മാറ്റർ ഫ്രം ദ സെല്ലർ ടു ദ
buyer in exchange for an agreed consideration which is then transferred from the buyer to the seller. ഒരു ബയ്യറിൽ നിന്നും ഒരു സെല്ലറിൽ നിന്നും ബയ്യറിലേക്ക് എന്ത് ചെയ്യാണ്, ഗുഡ്സുകളെ എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സാണ്. അവിടെ എന്തായിരിക്കണം, സബ്ജക്റ്റ് മാറ്റർ എന്തായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. രണ്ടാൾ എന്ത് ചെയ്യണം, ഒരു അഗ്രീഡ് കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ മ്യൂച്വൽ കൺസെൻറ്റ് ഉണ്ടായിരിക്കണം. അതിൽ ഒന്ന് ഫസ്റ്റ് റൂളാണ്, അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് വാലിഡിറ്റിയാണ്. ഒന്ന്, ദ സബ്ജക്റ്റ് ഓഫ് സെയിൽ മസ്റ്റ് ബി എക്സിസ്റ്റിംഗ് അറ്റ് ദ ടൈം ഓഫ് സെയിൽ. നിങ്ങൾ കച്ചവടം ചെയ്യുന്ന സമയത്ത് ആ സബ്ജക്റ്റ് എന്ത് ചെയ്യണം, ആ ഒരു പ്രൊഡക്റ്റ് കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്യണം, ആളെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരിക്കലും പ്രസവിക്കാത്തൊരു പശുവിൻകുട്ടിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, സെയിൽ ചെയ്യാൻ പറ്റൂല. എ തിങ് വിച്ച് ഹാസ് നോട്ട് എറ്റ് കം ഇൻ ടു എക്സിസ്റ്റൻസ് കാനോട്ട് ബി സോൾഡ്. ഭാവിയിൽ നിങ്ങളെ കയ്യിൽ എത്തുന്നില്ല ഒരു പ്രൊഡക്റ്റിനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇസ്ലാമിക ശരിയ അനുസരിച്ച് കച്ചവടത്തിൽ ഏർപ്പെടാൻ പറ്റൂല. ഇഫ് എ നോൺ എക്സിസ്റ്റൻറ്റ് തിങ് ഹാസ് ബീൻ സോൾഡ് ബൈ മ്യൂച്വൽ കൺസെൻറ്റ് ദ സെയിൽ ഈസ് വോയിഡ് അക്കോർഡിംഗ് ടു ശരിയ. അപ്പോൾ നിങ്ങൾ മ്യൂച്വൽ കൺസെൻറ്റോട് കൂടിയിട്ടാണെങ്കിലും നിലവിൽ നോൺ എക്സിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിലാണ് നിങ്ങൾ കച്ചവടത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ സെയിൽ എന്താവില്ല, വാലിഡ് ആവില്ല, അതെന്തായിട്ട് മാറും, വോയിഡ് ആയിട്ട് മാറും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ സെൽ ദ അൺബോൺ കാഫ് ഓഫ് ഹിസ് കൗ ടു ബി ദ സെയിൽ ഈസ് വോയിഡ്. ഇപ്പോൾ നിങ്ങൾ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണ്, നിങ്ങൾ ഒരു പശു പ്രസവിക്കാനുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, അത് പ്രസവിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അൺബോൺ ആയിട്ടുള്ള കാവിൻ്റെ പേരിൽ നിങ്ങൾ എന്ത് ചെയ്തു, സെയിലിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ സെയിൽ എന്തായിട്ട് മാറില്ല, വാലിഡ് ആവില്ല, അത് വോയിഡായിട്ട് മാറും. എന്തുകൊണ്ടാണ്, ആ പശുക്കുട്ടി എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, കാഫ് എന്ത് ചെയ്യുന്നില്ല, നിലവിൽ എന്തല്ല, എക്സിസ്റ്റബിൾ അല്ല. അതേപോലെ തന്നെ സെക്കൻഡ് വരുന്നതാണ്, ദ സബ്ജക്റ്റ് ഓഫ് സെയിൽ മസ്റ്റ് ബി ഇൻ ദ ഓണർഷിപ്പ് ഓഫ് ദ സെല്ലർ അറ്റ് ദി ടൈം ഓഫ് സെയിൽ. അപ്പോൾ എന്തായിരിക്കണം, ആ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അയാളുടെ ഓണർഷിപ്പ് ആ സെല്ലറെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങളൊരു വീട് വാങ്ങാൻ ഉദ്ദേശിക്കണം, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾക്കൊരു വീട് കിട്ടുമെന്ന് വിചാരിക്കുക. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് വേറെ ആൾക്ക് തേർഡ് പാർട്ടിക്ക് വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യില്ല, അത് വോയിഡ് ആവില്ല. വാട്ട് ഈസ് നോട്ട് ഓൺഡ് ബൈ ദ സെല്ലർ കാനോട്ട് ബി സോൾഡ്. നിങ്ങളെ സെല്ലറെ കയ്യിലില്ലാത്തൊരു കാര്യത്തിന് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, കച്ചവടത്തിൽ ഏർപ്പെടാൻ പാടില്ല. ഇഫ് ദ സെൽ സംതിങ് ബിഫോർ അക്വയറിങ് ഇറ്റ്സ് ഓണർഷിപ്പ് ദ സെയിൽ ഈസ് വോയിഡ്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് എടുത്തു നോക്കുക, നിങ്ങൾ വേറെ സ്ഥലത്ത് പോയിട്ട് എന്തെങ്കിലും കച്ചവടത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ പറയാണ്, പക്ഷെ നിങ്ങളെ കയ്യിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പുറത്ത് പോയിട്ട് ഒരു തേർഡ് പാർട്ടിക്ക് എന്ത് ചെയ്യുക, അതിന്മേ കച്ചവടം ഉറപ്പിക്കുന്നത് എന്തല്ല, വാലിഡ് ആവില്ല. എ സെൽ ടു ബി എ കാർ വിച്ച് ഈസ് പ്രസൻ്റ്ലി ഓൺഡ് ബൈ സി. എ എന്ത് ചെയ്തു, ഒരു ബിക്ക് ഒരു കാർ വിൽക്കാൻ തീരുമാനിച്ചു, വിറ്റു. വിച്ച് ഈസ് പ്രസൻ്റ്ലി ഓൺഡ് ബൈ സി. പ്രസൻ്റ്ലി ആ കാർ ആരുടെ കയ്യിലാണ്, സിൻ്റെ കയ്യിൽ ആണ്. ബട്ട് എ ഈസ് ഹോപ്പ്ഫുൾ ദാറ്റ് ഹി വിൽ ബൈ ഇറ്റ് ഫ്രം സി ആൻഡ് ഷാൾ ഡെലിവർ ഇറ്റ് ടു ബി സബ്സീക്വൻ്റ്ലി. അപ്പോൾ എ എന്താ വിചാരിക്കുന്നത്, ആ കാറ് സിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങി ഉടനെ തന്നെ ആർക്ക് സെയിൽ ചെയ്യും, ബിക്ക് സെയിൽ ചെയ്യുന്നതാണ് ആര് വിചാരിക്കുന്നത്, എ കരുതുന്നത്. ദ സെയിൽ ഈസ് വോയിഡ്. കാരണം എന്തുകൊണ്ടാണ്, അപ്പോൾ ആ സെയിൽ അവിടെ എന്തല്ല, വാലിഡ് അല്ല, വോയിഡ് ആണ്. എന്തുകൊണ്ടാണ്, ബിക്കോസ് ദ കാർ വാസ് നോട്ട് ഓൺഡ് ബൈ എ അറ്റ് ദ ടൈം ഓഫ് സെയിൽ. നിങ്ങൾ ബിനോട് സെയിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ആരെ കയ്യിൽ ആ പ്രൊഡക്റ്റ് ഇല്ല, എൻ്റെ കയ്യിൽ ആ പ്രൊഡക്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ അതെന്തായിട്ട് മാറും, വോയിഡായിട്ട് മാറും. ഇനി റൂൾ നമ്പർ 3, ദ സബ്ജക്റ്റ് ഓഫ് സെയിൽ മസ്റ്റ് ബി ഇൻ ദി ഫിസിക്കൽ ഓർ കൺസ്ട്രക്റ്റീവ് പൊസഷൻ. അതിനെന്തിരിക്കണം, ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടായിരിക്കണം, കൺസ്ട്രക്റ്റീവ് പൊസഷൻ ഉണ്ടായിരിക്കണം. ദിസ് ഇസ് സിറ്റുവേഷൻ വേർ ദ പൊസസർ ഹാസ് നോട്ട് ടേക്കൺ ദ ഫിസിക്കൽ ഡെലിവറി ഓഫ് ദ commodity. If the commodity has come to his control and all the right and liability of the commodity are passed on him, include the risk and destruction. അതിൻ്റെ എല്ലാ റിസ്ക്കും എന്ത് ചെയ്തിരിക്കണം, സെല്ലറെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ വരുന്നതാണ് റൂൾ നമ്പർ 4. ദ സെയിൽ മസ്റ്റ് ബി ഇൻസ്റ്റൻറ്റ് ആൻഡ് അബ്സല്യൂട്ട്. അബ്സല്യൂട്ട് ഇൻസ്റ്റൻറ്റ് ആയിരിക്കണം. ജസ്റ്റ് എ സെയിൽ അട്രിബ്യൂട്ടഡ് ടു എ ഫ്യൂച്ചർ ഡേറ്റ് ഓർ സെയിൽ കണ്ടീഷൻ ഓഫ് ഫ്യൂച്ചർ ഇവൻറ്റ് ഈസ് വോയിഡ്. അത് വേറെ നമ്മൾ ഫോർവേഡ് സെയിലൊക്കെ പഠിച്ചിരുന്നു.
അല്ലാതെ എന്ത് ചെയ്യണം, അതിൻ്റെ ഫ്യൂച്ചർ ഡേറ്റും കാര്യങ്ങളും എന്തായിരിക്കണം, ഫ്യൂച്ചർ ഈവൻറ്റിൽ നടത്തുന്നത് എന്തായിരിക്കണം എന്നാണ് വോയിഡ് ആണ്. If the parties wish to effect a valid sale, they will have to effect a fresh when the future date comes or the contingency actually occur. Example പറയുകയാണെങ്കിൽ A said to be on the 1st of January. I sell my car to you on the 1st of February. The sale is void. അവിടെ എന്താണ്, ഒരു ഫ്യൂച്ചർ ഡേറ്റ് വന്നു. അപ്പോൾ എന്തായിട്ട് മാറി, വോയിഡായിട്ട് മാറി. പക്ഷെ നമ്മൾ ചില എന്താ പറയുക ഫാമിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ വേറൊരു ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, ഫോർവേഡ് സെയിലിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അതെന്താണ്, വാലിഡ് ആണ്. പക്ഷെ ഇതെന്തല്ല, വാലിഡ് അല്ല. ഓക്കെ, സലാം ട്രേഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, അത് വാലിഡ് ആണ്. അടുത്ത്, ദ സബ്ജക്റ്റ് ഓഫ് സെയിൽ മസ്റ്റ് ബി പ്രോപ്പർട്ടി ഓഫ് വാല്യൂ. A thing having no value according to the usage of trade cannot be sold or purchased. ഒരു വാല്യൂ ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, സെയിൽ ചെയ്യാൻ ഇസ്ലാമിൽ എന്തല്ല, അനുവദനീയം അല്ല. അത് റൂൾ നമ്പർ 6 അല്ലെങ്കിൽ വാലിഡിറ്റി എന്ന് പറയുന്നത്, ദ സബ്ജക്റ്റ് ഓഫ് സെയിൽ ഷുഡ് നോട്ട് ബി എ തിങ് വിച്ച് ഈസ് നോട്ട് യൂസ്ഡ് എക്സെപ്റ്റ് ഫോർ എ ഹറാം പർപ്പസ്. ഹറാം പർപ്പസിന് ഉപയോഗിക്കുന്ന ഹറാമായിട്ടുള്ള ഇസ്ലാം പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള വൈന്, ആൽക്കഹോള്, പോർക്ക്, റിബ ഇതൊക്കെ വരുന്ന ഒരു പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു സബ്ജക്റ്റും സെയിൽ ചെയ്യാൻ പാടില്ല. അത് ഇസ്ലാം എന്ത് ചെയ്തിട്ട്, ഇസ്ലാം പ്രൊഹിബിറ്റ് ചെയ്ത കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, കച്ചവടം ചെയ്യാൻ പാടില്ല. അടുത്ത റൂൾ നമ്പർ 7, ദ സബ്ജക്റ്റ് ഓഫ് സെയിൽ മസ്റ്റ് ബി സ്പെസിഫിക്കലി നോൺ ആൻഡ് ഐഡൻറ്റിഫൈഡ് ടു ദ ബയ്യർ. ആ ബയ്യർക്ക് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന പ്രൊഡക്റ്റ് മാത്രമാണ് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽ, അതിൻ്റെ എല്ലാ സ്പെസിഫിക്കേഷൻസും ആർക്ക് പറഞ്ഞു കൊടുക്കണം, ഒരു ബയ്യർക്ക് കൃത്യമായിട്ട് സെല്ലർ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. ഇപ്പോൾ ഒരു ബിൽഡിംഗ് ആണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ പാറ്റേൺ എന്താണ്, അതിൻ്റെ സ്ക്വയർ ഫീറ്റ് എന്താണ്, അതിൻ്റെ ഓരോ കാര്യങ്ങളും, ഇപ്പോൾ ഒരു കാറാണ് സെയിൽ, ആ കാറിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് എത്ര വർഷത്തെ പാക്കുണ്ട്, അതിൻ്റെ കൃത്യമായിട്ടുള്ള സ്പെസിഫിക്കേഷൻ ആർക്ക് പറഞ്ഞു കൊടുക്കണം, ആ സെല്ലർ ബയ്യറിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, റൂൾ നമ്പർ 8, the delivery of the sold commodity to the buyer must be certain and not depend on contingency or chance. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഒരു സെർട്ടൈൻ ഈവൻറ്റ് ആയിരിക്കണം. എ സെൽ ഹിൽസ് കാർ stolen by some anonymous person and the buyer purchases it under the hope that will manage take it back. The sale is void. ഒരിക്കലും എന്താണ്, ഒരാൾ തിരിച്ചെടുക്കുന്നില്ല പ്രതീക്ഷയിൽ എന്ത് ചെയ്യാൻ പാടില്ല, പർച്ചേസ് ചെയ്യാൻ പാടില്ല. ചാൻസ് അല്ലെങ്കിൽ ചാൻസ് ഓഫ് ഒക്കറൻസ് അവിടെ വരാൻ പാടില്ല. റൂൾ നമ്പർ 9, ദ സെർട്ടനിറ്റി ഓഫ് പ്രൈസ് ഈസ് നെസസറി കണ്ടീഷൻ ഫോർ ദ വാലിഡിറ്റി ഓഫ് എ സെയിൽ. പ്രൈസ് എന്താണ്, കൃത്യമായിരിക്കണം. എന്താണ്, ദ സെല്ലർ ക്യാൻ ഇൻഡിക്കേറ്റ് 2 prices, one for cash and another for credit transaction, but one of the 2 prices must be settled in the same meeting. ഇപ്പം നിങ്ങൾ പറയാണ്, ഒരു കച്ചവടക്കാരൻ പറയാണ്, നിങ്ങളിപ്പോൾ ക്യാഷ് തരികയാണെങ്കിൽ നിങ്ങൾക്ക് 100 രൂപക്ക് തരാം, പക്ഷെ നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ക്യാഷ് തരുന്നത് 110 രൂപക്ക് തരാം. അപ്പോൾ ആ ഒരു കച്ചവടത്തിൽ ഈ 2 പ്രൈസിൽ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അയാൾ സെറ്റ് ചെയ്തിരിക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ സെഡ് ടു ബി, ഇഫ് യു പേ വിത്ത് എ മന്ത് ദ പ്രൈസ് ഓഫ് ₹50, ബട്ട് ഇഫ് യു പേ ആഫ്റ്റർ 2 months ദ പ്രൈസ് ഈസ് ₹55. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു പ്രൈസ് എന്ത് ചെയ്യുന്നണം, എ പറയുന്ന സമയത്ത് ബി എന്ത് ചെയ്യണം, സെല്ലർ എഗ്രി ചെയ്തിരിക്കണം. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ ഒരു അൺസർട്ടനിറ്റി വരികയാണെങ്കിൽ പ്രൈസിൽ ഈ സെയിൽ എന്തായിട്ട് മാറും, വോയിഡായിട്ട് മാറും. അപ്പോൾ ഈ 2 പ്രൈസിൽ ഒന്ന് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് 2 ആളുകൾ എന്ത് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ റൂൾ നമ്പർ 10, ദ സെയിൽ മസ്റ്റ് ബി അൺകണ്ടീഷൻ. ഒരു കണ്ടീഷൻ എന്ത് ചെയ്യാൻ പാടില്ല, കച്ചവടത്തിൽ വരാൻ പാടില്ല. കണ്ടീഷണൽ സെയിൽ എന്താണ്, ഇൻവാലിഡ് ആണ്. ലാസ്റ്റ് വൺ, ദ ഒബ്ജക്റ്റ് ഷുഡ് ബി മൊബൈൽ, ലോഫുൾ ആയിരിക്കണം. ദ ഒബ്ജക്റ്റ് എന്തായിരിക്കണം, ലോഫുൾ ആയിരിക്കണം. അതേപോലെ തന്നെ ആ ഒരു വിൽക്കുന്ന പ്രൊഡക്റ്റിന് എന്തിരിക്കണം, കൊമേഴ്സ്യൽ വാല്യൂ ഉണ്ടായിരിക്കണം. ഇത്രയാണ് എന്ത് പ്രധാനപ്പെട്ട റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ റൂൾസ് ഓഫ് എ വാലിഡ് സെയിൽ.
കണ്ടീഷണൽ സെയിൽസ് ആൻഡ് ടു ബാർഗെയിൻ ഇൻ വൺസ്. ഏതൊരു കച്ചവടം നടക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കണ്ടീഷൻ വെക്കാൻ പാടില്ല. കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തായിട്ട് മാറി, ആ സെയിൽ വോയിഡായിട്ട് മാറി. ശരിയാ, ഡസ് നോട്ട് അപ്രൂവ് സെയിൽസ് ദാറ്റ് ആർ കണ്ടീഷണൽ. കണ്ടീഷണൽ സെയിൽസിന് എന്ത് ചെയ്യുന്നില്ല, ഇസ്ലാം അപ്രൂവ് ചെയ്യുന്നില്ല. സച്ച് മാറ്റേഴ്സ് ദറ്റ് മേ ഓർ മേ നോട്ട് ഹാപ്പൻ ഡ്യൂ ടു ഗെയിംസ് ഓഫ് ചാൻസ്. അത് ഗെയിം ഓഫ് ചാൻസ് വരുന്നതിനെ എന്ത് ചെയ്യുന്നില്ല, ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇൻ ദ ഫിഖ് ലിറ്ററേച്ചർ വി കം അക്രോസ് ദ പ്രൊഹിബിഷൻ ഓഫ് ടു സ്റ്റിപ്പുലേഷൻ. അത് ഷർത്താനി ഫി ബൈനും ബൈ വൽ ഷർത്തും. ഈ രണ്ട് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നില്ല, ആ കച്ചവടം എന്തായിട്ട് മാറൂല, വാലിഡായിട്ട് മാറൂല. അവിടെ ലാക്ക് ഓഫ് ക്ലാരിറ്റി അല്ലെങ്കിൽ അൺജസ്റ്റിഫൈഡ് ബെനിഫിറ്റ് ടു എനി ഓഫ് ദ പാർട്ടീസ്. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അനീതി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കച്ചവടം എന്തായിട്ട് മാറൂല, വാലിഡായിട്ട് മാറൂല. എ പേഴ്സൺ ഒരു എക്സാമ്പിൾ നോക്കുക. എ പേഴ്സൺ സേ ടു അനദർ ഐ വിൽ സെൽ യു ദിസ് ഹൗസ് ഇഫ് എനി തേർഡ് പേഴ്സൺ സെൽ മീ ഹിസ് ഹൗസ്. ഒരാൾ പറയാണ് ഞാൻ ഈ ഹൗസ് എനിക്ക് വിൽക്കുക, എപ്പോൾ വേറെ ആൾ എനിക്ക് ഹൗസ് തന്നു കഴിഞ്ഞാൽ നിനക്ക് ഹൗസ് വിൽക്കുക. അപ്പം എന്താണ്, അവിടെ ഒരു കണ്ടീഷന് വന്നു, ഓക്കെ, അല്ലെങ്കിൽ രണ്ട് ബാർഗെയിന് വന്നു. അപ്പം അങ്ങനത്തെ കച്ചവടം എന്തല്ല, വാലിഡ് അല്ല. അതിന് ഹൊറർ അല്ലെങ്കിൽ അൺസർട്ടനിറ്റി വന്നു കഴിഞ്ഞാൽ അവിടെ എന്തല്ല, ആ കച്ചവടം ഒരിക്കലും വാലിഡ് ആവില്ല. അതെന്തായിട്ട് മാറും, നമ്മുടെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ മീറ്റിങ്ങിൻ്റെ സമയത്ത് ഹൊറർ അൺസർട്ടനിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് എന്തായിട്ട് മാറും, വോയിഡായിട്ട് മാറും. ആ കച്ചവടം എന്താവില്ല, വാലിഡ് ആവില്ല. കണ്ടീഷൻ, ഗിഫ്റ്റ്, മാരേജ്, കർദ്, ഷിർക്ക്, ഇതിൻ്റെയൊക്കെ സമയത്ത് ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇസ്ലാം കണ്ടീഷൻസ് വരുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് പെർമിസിബിൾ ടു ലെൻഡ് ഓൺ ദ കണ്ടീഷൻ ഓഫ് എ സെയിൽ. കണ്ടീഷൻ ഓഫ് സെയിൽ എന്ത് ചെയ്തിട്ടില്ല, ഇസ്ലാം പെർമിസ് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഓർ ടു ഹാവ് ടു കണ്ടീഷൻ ഇൻ വൺ ട്രാൻസാക്ഷൻ. ഒറ്റ ട്രാൻസാക്ഷൻസിന് എന്ത് ചെയ്യുക, രണ്ട് കണ്ടീഷൻ വെക്കുക. ഓർ ടു സെൽ വാട്ട് യു ഡു നോട്ട് ഹാവ്. അതാണ് നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലാ യുഹില്ലു സലഫും വബൈഉം വലാ ഷർത്താനി ഫീ ബൈഇ വലാ ബൈഉ മാ ലൈസ ഇൻദക. ഒരു കച്ചവടത്തിൽ രണ്ട് ഷർത്ത് എന്ത് ചെയ്യില്ല, പാട് ഇല്ല. അതുകൊണ്ടാണ് ഇമാം മാലിക് പറഞ്ഞത് ദ കോൺട്രാക്ട് ഓഫ് സെല്ലിംഗ് ആൻഡ് ലെൻഡിങ്. ഒരു കോൺട്രാക്റ്റിൽ തന്നെ സെല്ലിങ്ങും ലെൻഡിങ്ങും എന്ത് ചെയ്യാൻ പാടില്ല. ഒരാൾക്ക് വിൽക്കുക, ഒരാൾക്ക് ലെൻഡ് ചെയ്യുക. ആസ് ബീങ് ലൈക്ക് വൺ മാൻ സെയിങ് ടു അനദർ ഐ ഷാൾ പർച്ചേസ്. ഞാൻ എന്ത് ചെയ്യുക, എൻ്റെ ഗുഡ്സ് പർച്ചേസ് ചെയ്യുക, സച്ച് ആൻഡ് സച്ച് ഇഫ് യു ലെൻഡ് മീ സച്ച്. പക്ഷെ അതിൻ്റെ പകരം എനിക്ക് എന്ത് ചെയ്യണം, ഈ കുറച്ച് ഗുഡ്സ് എനിക്ക് ലെൻഡ് ചെയ്യണം. അപ്പോൾ എന്തായി, അവിടെ ഷർത്ത് വന്നു. അവിടെ രണ്ട് കാര്യങ്ങൾ, ഒരേ കച്ചവടത്തിൽ രണ്ട് കാര്യങ്ങൾ വന്നുകൊണ്ട് തന്നെ ആ കച്ചവടം എന്താവില്ല, ആ ബൈ എന്താവില്ല, വാലിഡ് ആവില്ല. അതെന്തായിട്ട് മാറും, വോയിഡായിട്ട് മാറും. അത് ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല, പെർമിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇത്രയാണ് വൺ കണ്ടീഷൻ ആൻഡ് ടു ബാർഗെയിനിങ് ഇൻ വൺ സെയിലിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എടുക്കുന്ന ടോപ്പിക്കാണ് എത്തിക്സ് ഓഫ് സെയിൽ കോൺട്രാക്റ്റ്. നമ്മൾ ഇസ്ലാമിൽ പറഞ്ഞു ഒരിക്കലും പ്രോഫിറ്റ് നേടുന്നതിന് ഇസ്ലാം എന്തല്ല, എതിരല്ല. വെൽത്ത് മാക്സിമൈസേഷൻ ചെയ്യുന്നതിന് ഇസ്ലാം ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, പ്രൊഹിബിറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അവിടെ എന്ത് ചെയ്യാൻ ഇസ്ലാം പറയുന്നുള്ളൂ, നിങ്ങൾ കൃത്യമായിട്ട് ഇസ്ലാം പറഞ്ഞിട്ടുള്ള ശരീഅൻ്റെ റൂൾസും ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു സെയിൽ വാലിഡ് ആകുന്ന കാര്യങ്ങളും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്തല്ല, പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിന് ഇസ്ലാം എന്ത് ചെയ്തിട്ടില്ല, പ്രൊഹിബിറ്റ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എത്തിക്സും കൂടി ഫോളോ ചെയ്യണം. ഏതൊരു സെയിൽ നടക്കുമ്പോഴും അവിടെ എന്ത് പരിഗണിക്കണം, ഒരു എത്തിക്കൽ കൺസിഡറേഷൻ വേണം. ദ ശരിയ ഗൈഡൻസ് ഗീവ് ഡസ് ആൻഡ് ഡോൺസ് ഓഫ് സെയിൽ കോൺട്രാക്റ്റ്. ഇസ്ലാമിൽ കൃത്യമായിട്ട് ശരിയയിൽ പറയുന്നുണ്ട്, ഒരു കച്ചവടം സെയിൽ കോൺട്രാക്റ്റിൻ്റെ സമയത്ത് എന്തൊക്കെ ചെയ്യുക, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്ലാമി ശരിയയിൽ പറയുന്നുണ്ട്. ഇൻ ഇസ്ലാം എവറി ആക്ഷൻ ഓർ കണ്ടക്ട് ഓഫ് ഹ്യൂമൻ ബീങ് ഈസ് ക്വസ്റ്റ്യനബിൾ ഇൻ ദി കോർട്ട് ഓഫ് ജഡ്ജ്മെൻറ്റ്. ഒക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള വിശ്വാസം ഉള്ള ആളുകളാണ് എന്ത് ചെയ്ത്, ഇസ്ലാം വിശ്വാസമില്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് കച്ചവടത്തിൻ്റെ കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ ഒന്ന് ജസ്റ്റിസ് ആൻഡ് ഫെയർ ഡീലിംഗ് എന്ത് ചെയ്തിരിക്കണം, ഏതൊരു സെയിലും
നീതിപൂർവവും സത്യസന്ധമായിട്ടുള്ള ഡീലിങ്ങും ഫെയറും ആയിരിക്കണം. The foremost principle governing all economic activities is justice, which means fair dealing with all and keeping a balance. കൃത്യമായിട്ട് സത്യസന്ധമായിട്ടായിരിക്കണം, നീതിപൂർവമായിട്ടായിരിക്കണം ആ ഒരു കച്ചവടം നടത്തേണ്ടത്. ഹോണസ്റ്റി ആൻഡ് ജെൻറ്റിൽനെസ് ഉണ്ടായിരിക്കണം, നജാഷ് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കണം, അതുപോലെ തന്നെ മിസ്ലീഡിങ് ഉണ്ടായിരിക്കണം പാടില്ല, ഒരാളെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യണം, ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കണം, സത്യസന്ധമായിരിക്കണം. ഈ കാര്യങ്ങളൊക്കെയാണ് ഒരു കച്ചവടം ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സെക്കൻഡാണ് ഫുൾഫില്ലിങ് ദ കോവനൻസ് ആൻഡ് പേയിങ് ലാബിലിറ്റി. കൃത്യമായിട്ട് എന്ത് ചെയ്യണം, റൈറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഫോളോ ചെയ്യുകയും ലാബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് കൊടുത്തു തീർക്കുകയും എഗ്രിമെൻറ്റുകൾ ഫുൾഫിൽ ചെയ്യുകയും വേണം. ഓക്കെ. അടുത്ത മ്യൂച്വൽ കോപ്പറേഷൻ ആൻഡ് റിമൂവൽ ഓഫ് ഹാർഡ്ഷിപ്പ്. ഏതൊരു സെയിലും കച്ചവടം കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ എന്താണ്, വർക്കിംഗ് ടുഗദർ വേണം. അതുപോലെ തന്നെ മ്യൂച്വൽ കോപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതെന്ത് ചെയ്യുള്ളൂ, ഇസ്ലാം എൻകറേജ് ചെയ്യുന്നുള്ളൂ. മ്യൂച്വൽ ഹെൽപ്പ്, നമുക്കറിയാം നമ്മളെപ്പോഴും ഒരാൾ എന്ത് ചെയ്യണം, ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി നമുക്കെപ്പോഴും വേണം, മ്യൂച്വൽ സപ്പോർട്ട് വേണം. ഓക്കെ. അടുത്ത് ഫ്രീ മാർക്കറ്റിംഗ് ആൻഡ് ഫെയർ പ്രൈസിങ്. ഒരിക്കലും പൂഴ്ത്തിവെപ്പ് എന്ത് ചെയ്യാൻ പാടില്ല. ശരിയ പ്രൊമോട്ട് ദ ബിസിനസ് പ്രൊവൈഡ് ഇറ്റ്സ് കംപ്ലൈൻറ്റ് വിത്ത് ദി ലോ. ശരിയൻ്റെ നിയമം അനുസരിച്ചായിരിക്കണം കച്ചവടം നടക്കേണ്ടത്. ആൾ ദ ടൈപ്പ് ഓഫ് ബിസിനസ് ആർ പെർമിറ്റഡ് ഇഫ് ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ദ പ്രൊഹിബിറ്റഡ് ആസ്പെക്റ്റ്. അത് പോർക്ക്, ആൽക്കഹോള്, ഇസ്ലാം പ്രൊഹിബിറ്റ് ചെയ്തതെന്ന് ഒഴിച്ചിട്ട് എല്ലാത്തിനും എന്ത് ചെയ്യാൻ പറ്റും, കച്ചവടം ചെയ്യാൻ പെർമിറ്റബിൾ ആണ്. അതുപോലെ തന്നെ ഇസ്ലാം പെർമിറ്റ് ദ ഫ്രീ ഫ്ലോ ഓഫ് മാർക്കറ്റ്. എപ്പോഴും പൂഴ്ത്തിവെപ്പൊന്നുമില്ലാതെ ഫ്രീ ഫ്ലോ ഓഫ് മാർക്കറ്റാണ് അവിടെ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ. അടുത്ത ഫ്രീഡം ഫ്രം ഡിറ്റർമിനൻ്റ്. ഒരിക്കലും ഡിറ്റർമിനൻ്റ് അവിടെ ഉണ്ടാകാൻ പാടില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത് അവോയ്ഡൻസ് ഓഫ് എക്സസീവ് പ്രോഫിറ്റ്. നമുക്കെപ്പോഴും നമ്മളൊരു മിതമായ പ്രോഫിറ്റ്, ഒരു നോർമൽ പ്രോഫിറ്റ് മാത്രം, ഒരിക്കലും എക്സസീവ് പ്രോഫിറ്റ് എടുക്കാൻ പാടില്ല. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എത്തിക്സുകളാണ്. പിന്നെ ട്രൂത്ത്ഫുൾ ആൻഡ് കംപ്ലീറ്റ് ഡിസ്ക്ലോസർ ഓഫ് ഇൻഫർമേഷൻ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാർ വിൽക്കുമ്പോൾ ആ കാർ എവിടെയെങ്കിലും തട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഫുൾ കാര്യം ഡിസ്ക്ലോസ് ചെയ്യണം. അങ്ങനെ ഏതൊരു ഒബ്ജക്റ്റിനെ കുറിച്ചാണെങ്കിലും അതിൻ്റെ കൃത്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും പാസ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഇസ്ലാമിക് ആയിട്ടുള്ള നമ്മൾ കാഴ്ചപ്പാടാണ് ഫ്രീക്വൻറ്റ് പേയിങ് ഓഫ് ചാരിറ്റി. സദക്ക ചെയ്യണം, ചാരിറ്റി കൊടുക്കണം. നമുക്ക് അള്ളാഹു നമ്മളെ മുതലെന്ന് പറയുന്നത്, മാലെന്ന് പറയുന്നത് ആര് തന്നതാണ്? അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ചാരിറ്റി എന്ത് ചെയ്യണം, ഏതൊരു സെയിലും നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റേഷൻ ആൻഡ് വിറ്റ്നസിങ് ഓഫ് ആൾ ഡെപ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാതും എന്ത് ചെയ്യണം, ഡോക്യുമെൻറ്റേഷൻ ചെയ്യണം. റിട്ടേൺ എഴുതി വെക്കണം എന്നുണ്ടെങ്കിൽ എഴുതി വെക്കണം. അതിന് സാക്ഷികളുണ്ടെങ്കിൽ ആ സാക്ഷികളെ കൊണ്ട് എന്ത് ചെയ്യണം, ഒപ്പ് വെപ്പിക്കണം. അതുപോലെ തന്നെ അവോയ്ഡൻസ് ഓഫ് സിയറിങ് ഈവൻ ഇഫ് ട്രൂത്ത്ഫുൾ. സത്യസന്ധമാണെങ്കിൽ പിന്നെ അവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നുണ പറയേണ്ട ആവശ്യം ഇല്ല. നമുക്കറിയാം എല്ലാം എന്താണ്, ഒരു സത്യസന്ധമായ കാര്യത്തിന് നമ്മൾ കച്ചവടം നടത്തുമ്പോൾ പിന്നെ അവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ അള്ളാഹുവിൻ്റെ പേരും കൂടി ചേർക്കേണ്ട ആവശ്യം ഇല്ല. നോട്ട് സിയർ ദ നെയിം ഓഫ് ഗോഡ് ഓൺ എനി സെൽ. ചില ആളുകളൊക്കെ ഉണ്ട്, നമ്മളെന്തെങ്കിലും സാധനം പടച്ചോ നേര് സത്യം പറയുന്നത് അത് കളവല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. ഒരിക്കലും അതിൻ്റെ ഒരു ആവശ്യം എന്തില്ല, ഒരു കച്ചവടത്തിൽ ഇല്ല. പിന്നെ ലാംഗ്വേജ് ഓഫ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. ആ ഒരു രാജ്യത്ത് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ അതോറിറ്റി റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ്, അവിടുത്തെ ഭാഷയിലായിരിക്കണം എന്ത് ചെയ്യുന്നത്, അവിടുത്തെ ഓഫർ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പഠിച്ചത്. ലീഗാലിറ്റി ഓഫ് ട്രേഡിങ് പഠിച്ചു, ഒരു സെയിൽ കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കേണ്ട വാലിഡ് ആയിട്ടുള്ള പ്രൈസ്, അതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ കാര്യങ്ങൾ, പിന്നെ കണ്ടീഷണൽ സെയിൽ എന്താണ് പഠിച്ചു, പിന്നെ എത്തിക്സ് ഓഫ് സെയിൽ കോൺട്രാക്റ്റ് പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ മൊഡ്യൂൾ 4 പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും